നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊരു എംബഡഡ് സിസ്റ്റം ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് സീരീസ് ആണ്. ഇലക്ട്രോണിക്സും എംബഡഡ് സിസ്റ്റം ഡെവലപ്മെൻറ്റുമാണ് ഈ സീരീസിൽ ഉള്ളത്. ഇതൊരു പ്രാക്ടിക്കലി ചെയ്ത് നോക്കി പോകുന്ന ഒരു സീരീസാണ്. ഒന്നാമത്തെ വീഡിയോ മുതൽ കാണാനായിട്ട് ശ്രമിക്കുക. ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള കോമ്പോണൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്ലോഗിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. വെൽക്കം ബാക്ക്. ഹോബി സർക്യൂട്ടിൻ്റെ മറ്റൊരു സെഷനാണ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ കമ്പാരറ്ററാണ് നോക്കിയത്. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ പ്രോജക്റ്റ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആക്ച്വലി ഈ വീഡിയോ അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ക്യാപ്ഷനിൽ കണ്ടിട്ടുണ്ടാവും എഗ് ഇൻക്യുബേറ്റർ എന്ന്. അപ്പോൾ ഈ എഗ് ഇൻക്യുബേറ്ററും കമ്പാരറ്ററും ഇതിൻ്റെ റിലേഷൻ എത്ര പേർക്ക് കിട്ടി? ഓക്കെ, നമുക്ക് നോക്കാം. കമ്പാരറ്റർ നമുക്ക് എന്തെങ്കിലും കമ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ നമ്മളുടെ ഇൻക്യുബേറ്ററിനകത്ത് നമ്മൾക്ക് കോഴിമുട്ട വിരിയിക്കാം, താറാമുട്ട വിരിയിക്കാം, കാടമുട്ട വിരിയിക്കാം. അപ്പോൾ ഇതിനെ കമ്പയർ ചെയ്യണോ? അതല്ല, ആക്ച്വലി ഇവിടെ എന്തോ കമ്പയർ ചെയ്യാനുണ്ടല്ലേ? ടെമ്പറേച്ചർ കമ്പയർ ചെയ്യണം. അതായത് ഒരു കോഴിമുട്ട ഒരു ബോക്സിനകത്തൊക്കെ ആക്കിയിട്ട് ഒരു ബൾബെല്ലാം കത്തിച്ചിട്ട് ഒരു കറക്റ്റ് ഒരു ടെമ്പറേച്ചർ കൊടുത്തിട്ട് കുറച്ച് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ആ മുട്ട വിരിയും എന്ന് ഏകദേശം ഒരു വേഗ ഐഡിയ കുറേ പേർക്ക് ഉണ്ടാവും അല്ലേ? അത് ആക്ച്വലി നമ്മൾക്കതിൻ്റെ കറക്റ്റ് ടെക്നിക്കൽ തിങ്സിലേക്ക് അടക്കാം. എഗ്ഗ് ചിക്കൻ്റെ എഗ്ഗ് ആയതുകൊണ്ട് 21 days ആണ്. അതേപോലെ ഡക്കാണെങ്കിൽ കോയിലാണെങ്കിൽ ദിവസങ്ങളെല്ലാം മാറും. 26 ദിവസം, 18 ദിവസം അങ്ങനെയൊക്കെയുണ്ട്. ഓക്കെ, ഇതിനൊരു ഒപ്റ്റിമം ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കണം. അത് ചിക്കൻ്റെ എഗ്ഗിനെ സംബന്ധിച്ചിടത്തോളം 37.5 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി അത് 36 ഡിഗ്രിയിൽ കുറയാൻ പാടില്ല, 39 ഡിഗ്രിയിൽ കുറയാൻ പാടില്ല, ഇങ്ങനെയൊക്കെയാണ്. അതേപോലെ അതിനൊരു റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നമ്മൾ ആദ്യത്തെ 18 ദിവസത്തേക്ക് 60% ആണെങ്കിൽ അത് കഴിഞ്ഞ് ഉള്ള 3 ദിവസത്തേക്ക് ഒരു 60 to 75%, ഫസ്റ്റ് 18 ദിവസത്തേക്ക് 50% മതി. ഓക്കെ, എനിവേ ഇതെല്ലാം നമ്മൾക്ക് നെറ്റിൽ കിട്ടുന്ന, ബ്ലോഗിലെല്ലാം കിട്ടുന്ന, യൂട്യൂബിൽ കിട്ടുന്ന കുറേ ഡാറ്റാസാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ പേജിനകത്ത് നിങ്ങൾക്ക് ഈ ഡാറ്റാസ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഇവിടെ നമ്മൾ ഈ ബൾബ് ഒരു ചൂടാക്കാൻ വേണ്ടി ഒരു ഇൻകാൻഡസൻറ്റ് ബൾബ്, ഒരു ഫിലമെൻറ്റ് ബൾബ് നമ്മൾ ഉപയോഗിക്കുന്നു. ഒരു 40 വാട്ട് അല്ലെങ്കിൽ 100 വാട്ട്. ഇതിനെ നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്നു. കുറച്ചൊരു വലിയ ഒരു കൊമേഴ്സ്യൽ മോഡലൊക്കെ ആണെങ്കിൽ നമ്മൾക്കൊരു ഹീറ്ററെല്ലാം ഉപയോഗിക്കാം, എയർ ഹീറ്ററെല്ലാം ഉപയോഗിക്കാം. നമ്മൾക്ക് എളുപ്പമുള്ള വഴി ഈ ഇൻകാൻഡസൻറ്റ് ലാമ്പാണ്. പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു വിസിബിൾ റേഞ്ച് കഴിഞ്ഞിട്ടുള്ള കുറച്ച് അൾട്രാവയലറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉള്ളതുകൊണ്ട് ഇതിനെ കുറച്ച് ജേംസിനെല്ലാം കില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ബൾബിനെ ഒരു ടെമ്പറേച്ചറിൽ നിർത്താനായിട്ട് ഓൺ ചെയ്യണം, ഓഫ് ചെയ്യണം. ടെമ്പറേച്ചർ റൈസ് ആവാനായിട്ട് ഓൺ ചെയ്യണം, ടെമ്പറേച്ചർ ഒരു ലെവലെത്തിയാൽ ഓഫ് ചെയ്യണം. ഇവിടെ നമ്മൾക്ക് കമ്പാരറ്റർ യൂസ് ചെയ്യാൻ പറ്റും. ഇനി കമ്പാരറ്ററിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ 230 വോൾട്ട് ബൾബ് ഡ്രൈവ് ചെയ്യില്ല. അവിടെ നമ്മളൊരു റിലേ ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ റിലേ പഠിച്ചു, കമ്പാരറ്റർ പഠിച്ചു. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂസാണ്. ഇനി ഈ ഒപ്റ്റിമൽ ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞു 37.5 ഡിഗ്രി സെൽഷ്യസ്. ഈ ടെമ്പറേച്ചർ വെച്ചിട്ട് എന്താവും? നമ്മൾക്ക് അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ബൾബ് ഓൺ ആവണം, അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ബൾബ് ഓഫ് ആവണം. ശരിയായോ? കഴിഞ്ഞ ഒരു ഡോർ അലാമിൻ്റെ പ്രോജക്റ്റിൽ നമ്മൾ ഒരു പ്രോബ്ലം കണ്ടിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ റിലേ ഓഫ് ആയി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ താഴും, ഉടനെ റിലേ ഓൺ ആവും, അപ്പോൾ ടെമ്പറേച്ചർ റൈസ് ആവും, വീണ്ടും റിലേ ഓഫ് ആവും, ഇങ്ങനെ കണ്ടിന്യൂസ്. ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്പ്രിങ്ങും ഒരു മെക്കാനിക്കൽ ഓൺ ഓഫിൻ്റെ ടൈമാണ്. ഇത് നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് നോക്കി. അതൊരു സൗണ്ട് ടക്ക് 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 എന്നല്ല, ക്രർ എന്ന് പറഞ്ഞൊരു കണ്ടിന്യൂസ് ആണ്, ഒരു നോയ്സ് പോലെ ഒരു കച്ചറ സൗണ്ടാണ്. അതുകൊണ്ട് റിലേ കേടാവാം, നമ്മൾ പറഞ്ഞിരുന്നു. ബൾബ് കേടാവാം, നമ്മളുടെ ഇൻകാൻഡസൻറ്റ് ബൾബ് കേടാവും. ഇനി ഇൻക്യുബേറ്റർ കേടാവാം, മുട്ട വരെ പൊട്ടിത്തെറിക്കാം. ഓക്കെ, അത് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും അതൊരു ജോക്കാണ്, തള്ളലാണെന്ന്. അത് തള്ളലല്ല. നമ്മൾ ഇൻക്യുബേറ്റർ ആക്ച്വലി ഞാൻ പണ്ട് ഉണ്ടാക്കി പഠിച്ച സമയത്ത് ഒരു വലിയ ടീം എനിക്ക് നല്ലൊരു ഇൻക്യുബേറ്ററിൻ്റെ ഓർഡർ തന്നിരുന്നു. അവരുടെ 36 മുട്ടകൾ ടും 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 എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചതാണ് ആക്ച്വലി. അങ്ങനെ സംഭവിക്കാൻ നിങ്ങൾക്ക് നെറ്റിൽ പഠിക്കാം. ആക്ച്വലി ആ മുട്ടൻ്റെ പ്രശ്നം കൂടിയുണ്ട്. അതിനകത്ത് ജേംസ് വളർന്നിട്ട് എന്തെങ്കിലും എന്തോ റോട്ടൺ എഗ്ഗൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഗ്യാസ് എല്ലാം ഫോം ചെയ്തിട്ട് നമ്മൾ അതിന് പറ്റുന്ന ഒരു ടെമ്പറേച്ചറും കൂടി കൊടുത്തപ്പോൾ പെട്ടെന്ന് ഗ്യാസ് എല്ലാം ഫില്ലായിട്ട് അത് പ്രഷർ സഹിക്കാതെ പൊട്ടിത്തെറിക്കുന്നതാണ്. ഓക്കെ, അതെല്ലാം നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് ഡാറ്റാസ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. നമ്മൾക്ക് ഇവിടെ കമ്പാരറ്റർ ഉപയോഗിച്ചിട്ട്, റിലേ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് എഗ് ഇൻക്യുബേറ്ററിനെ ഒന്ന് ഡിസൈൻ ചെയ്ത് നോക്കാം. അപ്പോൾ 37.5 ഡിഗ്രിയിൽ വെച്ച് ഓൺ ഓഫ് അല്ല, പകരം ±2 എടുക്കാം. 37.7ലേക്ക് പോവാം, അപ്പർ ലിമിറ്റ്. 37.3ലേക്ക് വരാം, ലോവർ ലിമിറ്റ്. നമുക്ക് പേപ്പറിൽ ഡിസൈൻ ചെയ്ത് നോക്കാം. നമുക്ക് 2 കമ്പാരറ്റർ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾക്ക് 2 ലെവൽ ഓഫ്
വോൾട്ടേജസ് കമ്പയർ ചെയ്യാനുണ്ട്. ആക്ച്വലി നമ്മൾക്ക് 2 ട്രാൻസിസ്റ്ററിൻ്റെ ആവശ്യം വരും. ഞാനത് പറയാം. ഇനി നമുക്ക് ആവശ്യം റിലേ ആണ്. റിലേ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹീറ്ററിനെ ഓൺ ചെയ്യുന്നത്. റിലേ 6 പിൻ റിലേ ആണ്, DP/DT. അപ്പോൾ നമ്മൾക്ക് 2 സെറ്റ് ഉപയോഗിക്കാൻ പറ്റും. NONC 2 സെറ്റ്. ഒരു തെർമിസ്റ്റർ വേണം അല്ലേ? ഇതാണ് തെർമിസ്റ്റർ. ഓക്കെ, നമ്മൾ അതിനൊരു വോൾട്ടേജ് ഡിവൈഡർ ബയസാണ് ഉപയോഗിക്കാം. നമുക്ക് നോക്കാം. ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലേക്കാണ് നമ്മൾ ആക്ച്വൽ ടെമ്പറേച്ചറിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കൊടുക്കുന്നത്. ഒരു ഫീഡ്ബാക്ക് ടെമ്പറേച്ചർ, ഇൻക്യുബേറ്ററിനകത്ത് ടെമ്പറേച്ചറിൻ്റെ ഫീഡ്ബാക്ക് പോലെ. ഇത് ആക്ച്വലി 10K മുകളിൽ ഒരു 33K ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ തെർമിസ്റ്റർ ആക്ച്വലി 10K ആണ്. ഇനി നമ്മൾക്ക് ഇവിടെ ഒരു റെഫറൻസ് വോൾട്ടേജ്, വേരിയബിൾ റെസിസ്റ്ററാണ്, നമ്മൾക്ക് ഇഷ്ടമുള്ള വോൾട്ടേജ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് 37 ഡിഗ്രി സെൽഷ്യസ്, ഇപ്പോൾ റൂം ടെമ്പറേച്ചർ ആക്ച്വലി 27 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടാണ്, കറസ്പോണ്ടിങ് വോൾട്ടേജാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ 37 ഡിഗ്രി സെൽഷ്യസിൻ്റെ കറസ്പോണ്ടിങ് ഇൻപുട്ടാണ് ഇവിടെ. അപ്പോൾ ഇവിടെ 38 ഡിഗ്രി സെൽഷ്യസിൻ്റെ കറസ്പോണ്ടിങ് ഇൻപുട്ട്. ഇനി കറൻറ്റ് സ്റ്റേറ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഇവിടെ 27 ഡിഗ്രി സെൽഷ്യസിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇൻവേർട്ടിംഗ് ഇൻപുട്ടാണ്, ഇവിടെ ലോ ആകുമ്പോൾ ഇവിടെ ഹൈ ആവും. അങ്ങനെയാണെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ ആക്റ്റീവാണ്. ഇനി ഇവിടുത്തെ കാര്യം ആക്ച്വലി ഇവിടെ എഴുതിയത് ഇവിടെ പോയി, ഇവിടെ എഴുതണം. ഇവിടെ 38ഉം ഇവിടെ 27ഉം. അപ്പോൾ 27 കുറവ്. ഇൻവേർട്ടിംഗ് ഇൻപുട്ടിൽ ലോ ആണെങ്കിൽ ഇവിടെ ഹൈ ആവും. അപ്പോൾ ആക്ച്വലി റെസിസ്റ്റർ ത്രൂ ട്രാൻസിസ്റ്ററിലേക്ക് കൊടുക്കുന്നു. ഇപ്പോൾ 2 ട്രാൻസിസ്റ്ററും ആക്ച്വലി ആക്റ്റീവാണ്. നമ്മൾ എമിറ്ററിനെ ഗ്രൗണ്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഗ്രൗണ്ടാണ് നമ്മൾ കളക്ടറിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സിംപ്ലി റിലേൻ്റെ 1 സൈഡിൽ നമ്മൾ VCC കൊടുത്തിട്ട് ഈ ട്രാൻസിസ്റ്ററിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ റിലേ ഓണായി അല്ലേ? റിലേ ഓൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകാൻ തുടങ്ങി. 27 എന്നുള്ളത് 28, 29, 30, അവസാനം 37 ടച്ച് ചെയ്തു. 37 കഴിഞ്ഞു. 37 കഴിഞ്ഞാൽ ഈ കമ്പാരറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്താവും? ഓഫ് ആവും. എന്ന് വെച്ചാൽ ലോ ആവും. അതോടെ ഈ ട്രാൻസിസ്റ്റർ ഓഫായി. ആ സമയത്ത് റിലേ ഓഫ് ആവും അല്ലേ? നമുക്കിപ്പോൾ തന്നെ ഓഫ് ആവണ്ട. അതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ ഒരു പാരലൽ സർക്യൂട്ടും കൂടി കൊടുക്കാം. ഇതിലേ വന്നിട്ട് നമ്മൾക്ക് ഒരു ഗ്രൗണ്ട് കൂടി കിട്ടും. ഈ ഗ്രൗണ്ട് നമുക്ക് ഈ ട്രാൻസിസ്റ്റർ ത്രൂ കൊടുക്കാം. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ നേരത്തെ തന്നെ ആക്റ്റീവാണ്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ റെഡിയാണ് സപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ വീണ്ടും വരാം. 27 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്ന സമയത്ത് 2 ഔട്ടും ഹൈ ആണ്, 2 ട്രാൻസിസ്റ്ററും ഓണാണ്. അപ്പോൾ നമ്മുടെ റിലേ 1 സൈഡ് പ്ലസ് ഓൾറെഡി കിട്ടിയ സ്ഥിതിക്ക് മറ്റേ സൈഡിലൂടെ ഗ്രൗണ്ട് കിട്ടിയപ്പോൾ ഓണായി. ഇനി ടെമ്പറേച്ചർ റൈസ് ആയിട്ട് 27, 28, 29, 30 അങ്ങനെ വന്ന് 37 ക്രോസ് ചെയ്തപ്പോൾ ഈ കമ്പാരറ്ററിൻ്റെ ഔട്ട്പുട്ട് ലോ ആയി. അതുകൊണ്ട് ഈ ട്രാൻസിസ്റ്റർ ഓഫായി. ഈ ട്രാൻസിസ്റ്റർ ഓഫായപ്പോൾ ഈ ലൈനിലുള്ള സപ്ലൈ നിന്നു. റിലേ ഓഫ് ആവേണ്ടതായിരുന്നു. പക്ഷേ റിലേ ഒരു തവണ ഓണായ സ്ഥിതിക്ക് ഇവിടെ നിന്നുള്ള കണക്ഷൻ, അതായത് ഈ കണക്ഷൻ ഇങ്ങോട്ടായിട്ടുണ്ടാവും. അപ്പോൾ ഒരു പാരലലി ഒരു ഗ്രൗണ്ട് കൂടി കിട്ടി. ഈ വഴിക്കാണ് കിട്ടുന്നത്. ഈ ട്രാൻസിസ്റ്റർ നേരത്തെ ആക്റ്റീവാണ്, ഇപ്പോഴും ആക്റ്റീവാണ്. അതുകൊണ്ട് ഗ്രൗണ്ട് കണ്ടിന്യൂ ചെയ്യുന്നു. ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആയി കഴിഞ്ഞിട്ടും റിലേ ഓണാണ്. ഓക്കെ, ടെമ്പറേച്ചർ വീണ്ടും റൈസായി. 37, 37.5, 38 ക്രോസ് ചെയ്തു. 38 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പാരറ്ററിൻ്റെ ഔട്ടും നമ്മൾക്ക് ലോ ആയി. ഈ ട്രാൻസിസ്റ്റർ ഓഫായി. 2 ട്രാൻസിസ്റ്ററും ഓഫാണ്, റിലേ ഓഫ് ആവുന്നു. ഓക്കെ, ഇനി ടെമ്പറേച്ചർ ഡൗൺ ആയിട്ട് 38ൻ്റെ താഴെ വന്നു. അപ്പോൾ ഈ കമ്പാരറ്ററിൻ്റെ ഔട്ട് 1 ആയി. ഈ ട്രാൻസിസ്റ്റർ ആക്റ്റീവായി. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, ഇവിടെ ഓപ്പൺ ആയിരിക്കും. കാരണം റിലേ കോണ്ടാക്റ്റ് മറ്റേ സൈഡിലേക്കാണ് നിൽക്കുന്നത്.
നമ്മൾ നേരത്തെ ഹോബി സർക്യൂട്ടിൻ്റെ വേറൊരു സെഷനിൽ ചെയ്തതുപോലെ നമ്മളിവിടെ ഈ കോണ്ടാക്റ്റ് ഹോൾഡിങ്ങിനാണ് ഉപയോഗിക്കുന്നത്, ട്രിഗറിങ്ങിനല്ല. റിലേ ട്രിഗർ ചെയ്യാൻ ഈ ഒരു ലൈനും, അത് കഴിഞ്ഞ് ഹോൾഡ് ചെയ്യാൻ ഈ ലൈനും. ഹോൾഡിംഗ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഈ ലൈനിന് ട്രിഗർ ചെയ്യാൻ കഴിയില്ല. പിന്നെ ട്രിഗർ ചെയ്യണമെങ്കിൽ ഈ ലൈൻ തന്നെ വരണം. ഇനി എപ്പോഴാണ് റിലേ ട്രിഗർ ആവുന്നത്? 38ൻ്റെ താഴെ വരുമ്പോൾ ട്രിഗർ ആവില്ല. 37ൻ്റെ താഴെ വന്നാൽ ഇത് ആക്റ്റീവാണ്, ഉടനെ ട്രിഗറായി. ഓക്കെ, ആ സമയത്ത് ഇതും ആക്റ്റീവാണ്, അതുകൊണ്ട് ഹോൾഡുമായി. ഇനി 37ൻ്റെ മുകളിൽ പോകുന്ന സമയത്ത് ഇയാൾ ഓഫായാലും ഹോൾഡ് ചെയ്യാൻ ഈ ലൈനുണ്ട്. 38 വരെ ഹോൾഡ് ചെയ്യും. 38 കഴിഞ്ഞാൽ വീണ്ടും ബ്രേക്ക് ആവും, റിലേ ഓഫ് ആവും. ഇപ്പോൾ റിലേൻ്റെ ഈ കോണ്ടാക്റ്റ് ഓണും ഓഫും ആയിക്കൊണ്ടിരിക്കുകയാണ് അക്കോർഡിംഗ് ടു 37 ഡിഗ്രിൻ്റെയും 38 ഡിഗ്രിൻ്റെയും ഇടയ്ക്കുള്ള കറസ്പോണ്ടിങ് വോൾട്ടേജിൽ. ഇതിൽ നമ്മൾക്ക് സിംപ്ലി ഒരു ബൾബ് കൊടുത്താൽ, അതായത് 230 വോൾട്ട് അല്ലേ, ഇത് നമ്മുടെ ബൾബ്. ഓക്കെ, ഇതിനെ സ്വിച്ച് ചെയ്യുന്നത് ഈ കോണ്ടാക്റ്റ് ഉപയോഗിച്ചു. റൈറ്റ്, ഇപ്പോൾ റിലേ ഓൺ ആവുന്ന സമയത്ത് ബൾബ് കത്തും. ബൾബ് മീൻസ് ഇത് ആക്ച്വലി ഫിലമെൻ്റ് ബൾബ്, 60 വാട്ടിൻ്റെയൊക്കെ ഫിലമെൻ്റ് ബൾബ് ഹീറ്ററായിട്ട് ഉപയോഗിക്കാറുണ്ട്. നമ്മൾക്ക് സിമ്പിളായിട്ട് ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും എളുപ്പം ഇതാണ്. ഇനി വേറെ ഹീറ്റർ ഉപയോഗിക്കുകയാണെങ്കിലും സർക്യൂട്ട് സെയിം തന്നെ. ഇതിനകത്ത് ഇൻകാൻഡസൻറ്റ് ബൾബ് ഉപയോഗിക്കുമ്പോൾ ആക്ച്വലി അൾട്രാ വയലറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ഹൈജീനിക്കും ആവും. അപ്പോൾ ഇതൊരു സിംപ്ലി ഡിസൈൻ ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. ഇവിടെ നമ്മൾ സർക്യൂട്ട് വരച്ചു അല്ലേ, നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ലോജിക് യൂസ് ചെയ്തു, നമ്മൾ പഠിച്ച സംഗതി യൂസ് ചെയ്തു. റിലേ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ആ സംഗതി ഇവിടെ യൂസ് ചെയ്തു. കമ്പാരറ്റർ പഠിച്ചത് യൂസ് ചെയ്തു. ഇനി നമ്മൾ തെർമിസ്റ്റർ ഉപയോഗിച്ചു. ഈ സിംപ്ലി പിന്നെ റിലേ ലോജിക്, അത്രയേ ഉള്ളൂ. ഇതിനെ നമ്മൾക്ക് എങ്ങനെ പ്രാക്ടിക്കലി ചെയ്ത് നോക്കാം. നമ്മൾ ഡയറക്റ്റ്ലി നേരത്തെ ഡോറലാമൊക്കെ സോൾഡറിങ് ചെയ്ത മെത്തേഡാണെങ്കിൽ ഇത് ഒരുപാട് മെസ്സിയാവും, ഒരു നെറ്റ്വർക്ക് പോലെയാവും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇനി ഡോട്ട് ബോർഡിൽ ചെയ്യുകയാണെങ്കിൽ അപ്പോഴും നമ്മൾക്ക് ഒരുപാട് ലൈൻസ് കണക്ട് ചെയ്യാനുണ്ട്. ഒരുപാട് വയർ ജോയിൻ ചെയ്ത് നമ്മൾക്കാകെ കൺഫ്യൂഷൻ ആവുന്ന രീതിക്കാവും. അവസാന സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോയെന്ന് പോലും പറയാൻ പറ്റില്ല. നമ്മളുടെ ബ്രെഡ് ബോർഡിൽ ചെയ്തപ്പോൾ പോലും ഇത്രയും സംഗതി ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ വളരെ മെസ്സിയാണല്ലേ. എന്തായാലും ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാൻ നമുക്ക് ബ്രെഡ് ബോർഡിൽ പറ്റും. ഗ്രൗണ്ടിനെ ഞാനൊന്ന് ഇവിടെ ഫിക്സ് ചെയ്യുന്നുണ്ട്. പവർ അപ്പ് ചെയ്ത് നോക്കാം. ബാക്കിയെല്ലാം ഇവിടെ റെഡിയാണ്. പിന്നെ ആക്ച്വലി ഫിലമെൻ്റ് ബൾബിൻ്റെ പകരം ഇവിടെ ഒരു LED സിംപ്ലി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് റിലേ ഓണാവുന്നത് കാണാൻ വേണ്ടി മാത്രം. ഓക്കെ, ഇപ്പോൾ റിലേ ഓണായി ആദ്യമേ. കാരണം ഇപ്പോൾ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് ഹീറ്റർ ഓൺ ആവണം എന്നുള്ളതാണ് കോൺസെപ്റ്റ്. ഇനി തെർമിസ്റ്റർ ഉണ്ട് അതിൽ. ഞാൻ എൻ്റെ കയ്യിൽ ചൂട് കൊടുത്തിട്ട് തെർമിസ്റ്ററിനെ ചൂടാക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വോൾട്ടേജസ് നോക്കാം. ഒന്നാമത്തെ റെഫറൻസ് വന്നിട്ട് 1.82 അല്ലേ. ഇനി അടുത്ത റെഫറൻസ് 1.92. ഓക്കെ, 1.82 1.92. അപ്പോൾ നമുക്ക് ആക്ച്വൽ ടെമ്പറേച്ചറിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട് നോക്കാം. 1.68 ഉള്ളൂ. അപ്പോൾ 1.82ഉം 1.92ഉം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ കൈ കൊണ്ട് ടെമ്പറേച്ചർ കൊടുത്ത് നോക്കാം. സ്ലോലി ടെമ്പറേച്ചർ വോൾട്ടേജ് ഇൻക്രീസ് ആവും. 1.82 ക്രോസ് ചെയ്തു, ഡിഫറൻസ് ഒന്നുമില്ല. 1.92 ക്രോസ് ചെയ്തു. അപ്പോൾ LED ഓണായി, എന്നുവെച്ചാൽ ഹീറ്റർ നമ്മളുടെ ഓഫ് ആവും. അപ്പോൾ ഞാൻ എൻ്റെ കൈ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ടെമ്പറേച്ചർ പെട്ടെന്ന് ഡൗൺ ആവില്ല, ഒന്നുകൂടി റൈസ് ആയിട്ടാണ് പിന്നെ ഡൗൺ ആവുന്നത് അല്ലേ. നമ്മൾ മൾട്ടിമീറ്ററിന്ന് വാല്യൂസ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഡൗൺ ആവുകയാണ്. 1.91 92ൻ്റെ താഴെയായി ഓൾറെഡി. പക്ഷേ ചേഞ്ച് ഉണ്ടോ? വീണ്ടും ഓണായോ? ഇല്ല. 1.82 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഓണാവുള്ളൂ. ഓക്കെ, വീണ്ടും ഓണായി. കൺഫ്യൂസിങ് ആണെങ്കിൽ വീണ്ടും ഒന്നുകൂടി സ്ക്രോൾ ചെയ്തിട്ട് രണ്ടാമത് നോക്കാം. നമ്മളുടെ പ്രോബ്ലം ഞാൻ പറഞ്ഞത്, ഇത് സിംപ്ലി ഒരു ഡോട്ട് ബോർഡിലോ ഒരു ഡയറക്റ്റ് സോൾഡറിങ്ങിലോ ചെയ്യാൻ പറ്റില്ല. പിന്നെ ബ്രെഡ് ബോർഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു ഇൻക്യുബേറ്ററായിട്ട് ഉപയോഗിക്കാനും പറ്റില്ല. കോഴിക്കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ റെസിസ്റ്റർ എല്ലാം കൊത്തി വിഴുങ്ങിയെന്ന് വരാം.
അപ്പോൾ നമ്മൾക്ക് നെക്സ്റ്റ് ഇതിനെ എങ്ങനെ ചെയ്യാം? ഇവിടെ നമ്മൾക്കൊരു PCB ഡിസൈൻ ചെയ്യേണ്ട റിക്വയർമെൻറ്റ് വരും. എന്താണ് PCB? പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്. ഓക്കെ, എക്സാമ്പിൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഒരു PCBയുടെ റിക്വയർമെൻറ്റിലേക്ക് എത്തിയല്ലേ. പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് എന്താണ്, അതിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ് എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സാധനം ഒരു ബ്രെഡ് ബോർഡിലോ ഡോട്ട് ബോർഡിലോ നമ്മൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് ഒരു PCB ഉണ്ടാക്കണം എന്നുള്ള ആവശ്യമായി. ഇനി എന്താണ് PCB? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാണ് ഒരു PCB. ഇത് നമ്മളുടെ ഒരു റോ PCB ആണ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ കോമ്പോണൻസ് എല്ലാം സോൾഡറിങ് ചെയ്തിട്ടാണ് ഈ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് ഉണ്ടാക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ആക്ച്വലി നമ്മൾക്കൊരു ഡിസൈനിങ് ചെയ്യണം. ഓക്കെ, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മൾക്കൊരു ഡിസൈൻ ഉണ്ടാവും. ഈ ഡിസൈനെ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് PCB ഡിസൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിനെ ഒരു ബോർഡിലേക്ക് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ നമുക്ക് നോക്കാം. അത് ചെയ്തിട്ട് നമ്മൾക്ക് കംപ്ലീറ്റ് ഇൻക്യുബേറ്റർ ഉണ്ടാക്കാം. നമ്മൾക്ക് ഒരു ആക്ച്വലി വർക്ക് ചെയ്യുന്ന എഗ്ഗ് ഹാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻക്യുബേറ്ററിലേക്ക് നമ്മൾ അടുത്ത 2 വീഡിയോ കൊണ്ട് എത്തുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലിടുക. താങ്ക് യു. ബൈ ബൈ.